ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് എന്താണ് നാഷണൽ സാമ്പിൾ സർവേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് NSSO ആണ് നമ്മളുടെ ഇതിലുള്ളത്. NSO, CSO അങ്ങനെയാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ NSSOനെ കുറിച്ച് പറയുമ്പം, അതായത് NSSO എന്ന് പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് മുന്നേ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആയിരുന്നു, ഇപ്പം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അതായത് NSSO വാസ് സെറ്റപ്പ് ഇൻ 1950 NSSO വന്നിട്ടുള്ളത്. 1950 the Indian Statistical Institute on behalf of the Government of India in collaboration with the Gokhale Institute of Politics and Economics, Pune. അതെന്തിനെ കൊണ്ടുവന്നിട്ടില്ല, ടു കണ്ടക്ട് എ ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേസ് ത്രൂ ഔട്ട് ഇന്ത്യ. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി എന്ന് പറഞ്ഞിട്ട് സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടേഴ്സിലൊക്കെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് ഒക്കെ ഉള്ള ഒരു ഡാറ്റയുടെ അതായത് അതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരു വാല്യൂ അല്ലെങ്കിൽ എന്താണ് അത് എന്നുള്ള മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ഒരു ഡാറ്റാ ബേസ് ആവശ്യമാണെന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ ഒരു NSSO പോലെയുള്ളത് ഉടലെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത്, അതിന്റെ ഹിസ്റ്ററി ആയിട്ട് പറയുന്നത് ദി നീഡ് ഫോർ സൗണ്ട് ഡാറ്റാബേസ് ഓഫ് വേരിയസ് ഫീൽഡ്സ് വാസ് കീൻലി ഫെൽറ്റ് ബൈ ലേറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ ആ ഒരു കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അതായത് ആഫ്റ്റർ നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആ ഒരു ടൈമില്. അപ്പൊ അതേപോലെ തന്നെ അതായത് it was at his instance a large-scale sample survey agency that is known as the NSSO, National Sample Survey, come into existence in 1950. Okay, അപ്പോൾ ഇതിൽ പിന്നെ the work relating to finalization of a sampling design, schedules of enquiries, writing of instructions, training of field staff, processing of data and writing of reports was all entrusted to the Indian Statistical Institute. അപ്പം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അതായത് സാമ്പിളിംഗ്, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പൈലറ്റ് സ്റ്റഡി ഒക്കെ അല്ലെങ്കിൽ പൈലറ്റ് സർവേ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഉള്ള ആ ഒരു സാമ്പിളിംഗ് ഡിസൈനും അതേപോലെ തന്നെ എന്താണ് അതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് എൻക്വയറി ചെയ്യേണ്ടത്, അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ എന്താണ് നമുക്ക് നമ്മുടെ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ, ആ ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്തൊക്കെയാണ് റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് വേണ്ടത്, പിന്നെ നമ്മൾ ഫീൽഡ് സ്റ്റാഫ് എന്യൂമറേറ്റേഴ്സിനെ ആക്കുമ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ്, പിന്നെ അതിനുശേഷം നമുക്ക് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ റൈറ്റിംഗ് റിപ്പോർട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദാറ്റ് വാസ് ഓൾ ആർ ഇൻട്രസ്റ്റഡ് ടു ദി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പൊ NSSO എന്ന് പറയുന്നത്, അതായത് the director of NSS was assigned the job of conducting the field work. അപ്പം ആ ഒരു ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ സാമ്പിൾ സർവേ ആണ്, ഡയറക്ടർ ഓഫ് നാഷണൽ സാമ്പിൾ സർവേ ആണ് ആ ഒരു കാര്യങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജോബ്. In March 1970 the NSS was organized and all aspects of its work were brought under a single government organization, namely NSSO, National Sample Survey. ആ ഒരു സമയത്തൊക്കെ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലായിരുന്നു, അണ്ടർ ദി ഓവറോൾ ടെക്നിക്കൽ ഗൈഡൻസ് ഓഫ് ഗവേണിംഗ് കൗൺസിൽസ്. അപ്പൊ 1950 മുതലേ നാഷണൽ സാമ്പിൾ സർവേ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. 1970 NSS was, National Sample Survey was reorganized and all aspects of its work were brought under a single government organization, that is National Sample Survey Organization. Okay, under the overall technical guidance of governing council. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സിംഗിൾ ഓർഗനൈസേഷന്റെ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ കീഴിൽ കൊണ്ടുവന്നു. അതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ 1970s സ്റ്റാർട്ട് ചെയ്തില്ല, ഇൻ മാർച്ച്. ഓക്കെ, അപ്പം അതിനുശേഷം നമുക്ക് ഇനി എന്താണ് അതിന്റെ ഫങ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണ്
അതായത് നാഷണൽ സാമ്പിൾ സർവേ നമ്മൾ കണ്ട് NSS സെറ്റപ്പ് ചെയ്യുന്ന 1950-ലാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അതേപോലെ തന്നെ ഓൺ ബിഹാഫ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊളാബറേഷൻ വിത്ത് ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, പൂനെയിലുള്ള ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് NSS 1950 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1970 NSS ഒരു സിംഗിൾ ഓർഗനൈസേഷന്റെ കീഴിൽ കൊണ്ടുവന്നു. അതാണെന്ന് പറഞ്ഞു. ഇനി ഇത് കൊണ്ടുവന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കണ്ടക്ട് എ ലാർജ് സ്കെയിൽ സാമ്പിൾസ്, നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ സർവേ റിലേറ്റഡ് ആയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ ടു കണ്ടക്ട് എ ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേസ് ത്രൂ ഔട്ട് ഇന്ത്യ. അല്ലെ, നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ സെക്ടേഴ്സിന്റെയും എല്ലാറ്റിന്റെയും ഒരു കണക്ക് വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എംപ്ലോയീസ് ഓഫ് ദി അതായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഡാറ്റാബേസ് കൊണ്ടുവരാൻ വേണ്ടത് ടു കണ്ടക്ട് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേ ത്രൂ ഔട്ട് ഇന്ത്യ. അതാണ് നമ്മുടെ NSSOന്റെ എയിം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ആരൊക്കെയാണ് എംപ്ലോയീസ് ഓഫ് ദി NSSO ആർ ഫ്രം ദി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ്. നമുക്കറിയാം അല്ലെ, ISS എന്ന് പറഞ്ഞിട്ട് UPSC നടന്ന എക്സാം ഒക്കെ നിങ്ങൾ IES ആൻഡ് ISS കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് അത് അപ്പോയിന്റ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ് UPSC അപ്പോയിന്റ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസിനും അതേപോലെ തന്നെ സബോർഡിനേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ്, അതായത് അത് എടുക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് സബോർഡിനേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള എംപ്ലോയീസ്. മനസ്സിലായല്ലോ. NSSO എന്താന്ന് പറഞ്ഞു, അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ എയിം പറഞ്ഞു, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ദി NSSO ആർ from Indian Statistical Services. Indian Statistical Services appointed through the UPSC and the subordinate statistical services that is appointed through the Staff Selection Commission. Okay, അപ്പോൾ ഇത്രയാണ് ആ ഒരു NSSO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഉള്ള രീതിയിൽ പറയുന്നത്. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ എന്താ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാം. അതിനുശേഷം നമുക്ക് ഫംഗ്ഷനിലേക്ക് വരാം. അതായത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസേഴ്സ്. അപ്പം പിന്നെ അതിന് ശേഷമാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഓഫീസേഴ്സ് എന്നുള്ളതിലേക്ക് വന്നിട്ടുള്ളത്. കം അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. അതായത് ഇത് ഏത് മിനിസ്ട്രിയിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ MOSPI എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഓർമ്മയിൽ വെക്കുക. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഹെഡഡ് ബൈ ദി ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ഹെഡ് ചെയ്യുന്നത്. Our Director General is responsible for conduct a large scale sample surveys in diverse field of all India basis. Okay. അപ്പം ഇന്ത്യയുടെ എല്ലാ ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസും ഡിഫറെൻ്റ് സെക്ടേഴ്സും ഡിഫറെൻ്റ് ഏരിയാസും ഒക്കെ ഉണ്ട്. ആ ഏരിയാസിൽ എല്ലാറ്റിൻ്റെയും കൂടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഏതിൽ ചെയ്യുന്നത്. അതൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് these NSSO are responsible for conduct of large-scale sample surveys in diverse fields of all India basis. Okay. അതിൽ നമുക്കറിയാം പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്. അതായത് നാഷണൽ വൈഡ് പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത്. നാഷണൽ വൈഡ് പ്രൈമറി ഡാറ്റ നമ്മൾ പറഞ്ഞിട്ട് ഓൾ ഫീൽഡ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഡൈവേഴ്സ് ഫീൽഡ്സ് ഓഫ് ഓൾ ഇന്ത്യ ബേസിസ് പറഞ്ഞിട്ടുണ്ട്. സോ ദി നാഷണൽ വൈഡ് ഹൗസ് ഹോൾഡ് സർവേസ് ഓൺ വേരിയസ് സോഷ്യോ ഇക്കണോമിക് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ അത് നമ്മുടെ ഹൗസ് ഹോൾഡ് സെക്ടർ ഉണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ്, ഫോറിൻ സെക്ടർ അല്ലെ. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ആ സെക്ടേഴ്സിന്റെ ഒക്കെ എന്താണ് ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. സോ ദി നാഷണൽ വൈഡ് ഹൗസ് ഹോൾഡ് സർവേസ് ഓൺ വേരിയസ് സോഷ്യൽ, നമുക്കറിയാം ഹൗസ് ഹോൾഡ് സർവേസ് ആണെങ്കിൽ സോഷ്യോ ഇക്കണോമിക് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിന്റെ ആണെങ്കിൽ ആനുവൽ സർവേസ് ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രീസിന്റെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുന്നത്. അതായത് മന്ത്ലി നമുക്ക് ആനുവൽ സർവേ ഇൻഡസ്ട്രീസിന്റെ റിപ്പോർട്ടും അതേപോലെ തന്നെ അതിന്റെ എന്താ പറയാ പബ്ലിക്കേഷൻസ് ഒക്കെ കാണാം. ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിന്റെ പബ്ലിക്കേഷൻസ് ഉണ്ട് ഇൻഡസ്ട്രീസിന്റെ. അതായത് ഡിഫറെന്റ് ഇൻഡസ്ട്രീസും അതിന്റെ ഏതൊക്കെയാണ് അവർ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് CDS പോലെയുള്ള ട്രിവാൻഡ്രത്തുള്ള CDS സെൻട്രൽ റിസർച്ച് സെന്റർ പോലെയുള്ള സ്ഥലങ്ങളിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലൊക്കെ അങ്ങനെയുള്ള അതിന്റെ കുറെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. അത് ASI
ഡാറ്റ. ASIL ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാമാണ്. ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് ആണ് വരുന്നത്. അതിൽ ഇൻഡസ്ട്രീസ് ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് ഓൾ ഇന്ത്യ ലെവലിലുള്ളത്, അത് സ്റ്റേറ്റ് വൈസും ഉണ്ട് അതിൽ. അതേപോലെ തന്നെ എന്താണ് ഓരോ ഇൻഡസ്ട്രീസും ഏതൊക്കെ പ്രോഡക്റ്റുകളാണ്, എത്രമാത്രമാണ് അവർ ഇൻപുട്ട് യൂസ് ചെയ്യുന്നത്, എത്രയാണ് അതിന്റെ ലേബേഴ്സ്, ഇൻപുട്ട് മീൻസ് എല്ലാ ലേബേഴ്സും എത്രമാത്രമാണ് സെപ്പറേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ടോട്ടൽ ഔട്ട്പുട്ട് ഇയർ വൈസ് ആയിട്ടുള്ളതും അങ്ങനെ ഉള്ള എല്ലാ ഡീറ്റെയിൽ, പിന്നെ കുറെ വർഷം കഴിഞ്ഞ് ഏതൊക്കെ ഇൻഡസ്ട്രീസ് മേർജ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ASI. അത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് അവൈലബിൾ ആവുന്നത് ASIയിലൂടെ ഉണ്ടായിരിക്കും. അതൊക്കെ ചെയ്യുന്നത് ഇവരാണ്. അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ്, സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും അതിലുണ്ടായിരിക്കും. അതേപോലെ തന്നെ ബിസൈഡ്സ് ദീസ് സർവേസ് NSO കളക്ട് ഡാറ്റ. അതേപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ പ്രൈസസ്, അതിനെ കുറിച്ചിട്ടുള്ളത് ഉണ്ടായിരിക്കും. അതായത് അതേപോലെ തന്നെ ക്രോപ്പ്, നമ്മുടെ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സിലാണ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ പബ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഏരിയനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ, അതാണ് അതായത് കണ്ടക്ടിങ് എ നാഷണൽ ലെവൽ സാമ്പിൾ സർവേ, അതാണ് നമ്മുടെ NSSO ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് NSSO എന്ന് പറയുന്നത് കം അണ്ടർ ദി മിനിസ്ട്രി ഓഫ് Statistics and Program Implementation. This is headed by Director General. Is responsible for conduct a large scale sample survey ആണ് in diverse fields of all India basis. അതിൽ പ്രൈമറി ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നത് ത്രൂ നാഷണൽ വൈഡ് ആണ്. അതിൽ നാഷണൽ വൈഡ് ഹൗസ് ഹോൾഡ് സർവേസ് ഓൺ വേരിയസ് സോഷ്യോ എക്കണോമിക് സബ്ജക്ട്സ്, ആനുവൽ സർവേസ് ഓഫ് ഇൻഡസ്ട്രീസ്. Besides these surveys, NSO collects data on rural and urban prices and plays a significant role in the improvement of crop statistics through supervision of area enumeration and crop estimation surveys. Okay, അപ്പോൾ സ്റ്റേറ്റ് ഏജൻസീസ് നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള ക്രോപ്പ്. ഓക്കെ, യെസ്, സ്ലൈഡ് മൂവിംഗ് അല്ലല്ല, ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാണ്. അതിനുശേഷം വരാം. ഓക്കെ, അതിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ഉഷ മിസ്സിന് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ആക്കാം. ഞാനിപ്പോ ജസ്റ്റ് അതെന്താണ് അതിന്റെ ഫംഗ്ഷൻസിലേക്ക് വരുന്നതിനേക്കാളും എന്താണെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നാഷണൽ സാമ്പിൾ സർവേന്റെ കേസ് പറയുന്നത്. ഇനി ഇതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പം, അതായത് NSSO എന്ന് പറയുന്നത് ഹാവ് ബീൻ കണ്ടക്ടിങ് മൾട്ടി സബ്ജക്ട് ഇന്റഗ്രേറ്റഡ് സാമ്പിൾ സർവേ ആണ്. നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്നും, അതായത് മൾട്ടി സബ്ജക്ട് ഇന്റഗ്രേറ്റഡ് സാമ്പിൾ സർവേ, അത് ഇവിടെ കണ്ടതുകൊണ്ടാണ് ഏതൊക്കെയാണ് അതിന്റെ ഏരിയയിൽ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത്. അതായത് അഗ്രികൾച്ചർ ഏരിയ, ഇൻഡസ്ട്രിയൽ ഏരിയ, ഹൗസ് ഹോൾഡ്സിന്റെ റൂറൽ ആൻഡ് അർബൻ പ്രൈസസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൾട്ടി സബ്ജക്ട് ഇന്റഗ്രേറ്റഡ് സാമ്പിൾ സർവേസ് എന്താണ് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അതിൽ മെയിൻലി 4 ടൈപ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹൗസ് ഹോൾഡ് സർവേസ്, ദെൻ എന്റർപ്രൈസസ് സർവേസ്, പിന്നെ അതേപോലെ തന്നെ വില്ലേജ് ഫെസിലിറ്റീസ് ആൻഡ് ലാൻഡ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഹോൾഡിങ്സ്. ഓക്കെ, അപ്പം ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കണ്ടന്റ്സിൽ പറയുന്നത്. അതായത് ഹൗസ് ഹോൾഡ് സർവേ ഏതൊക്കെ സർവേസ് ആണെന്ന് പറയുമ്പം ഹൗസ് ഹോൾഡ് സർവേസ്, അതേപോലെ തന്നെ enterprise services, village facilities and land and livestock holdings. അത്രയൊക്കെയാണ് അതിൽ പറയുന്നത്. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഏതൊക്കെ ഏരിയ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം ക്ലിയർ ആയാലോ എന്തൊക്കെയാണെന്നല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനെ പറഞ്ഞ കണ്ടക്ട് സർവേസ് ഓൺ സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ ഏരിയ, മെയിൻ ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് അതിന്റെ എന്താ പറയാ, NSSO അതായത് അതിന്റെ മേജർ സം ഓഫ് ദി ഇക്കണോമിക് ഇഷ്യൂസ്, നമ്മൾ വേണ്ട ഇക്കണോമിക് ഇഷ്യൂസ് ഒക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇക്കണോമിക് ഇഷ്യൂസിൽ നമുക്കറിയാം, അതായത് ലിറ്ററസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ എൻറോൾമെന്റ്, സോഷ്യോ ഇക്കണോമിക് ഇഷ്യൂസ്. അതിൽ മെയിൻ ആയിട്ട് പറയുമ്പോൾ ലിറ്ററസി, അതിന്റെ ഡാറ്റ ഉണ്ടായിരിക്കും. സോഷ്യൽ എൻറോൾമെന്റ്, എംപ്ലോയ്മെന്റിന്റെ, അൺഎംപ്ലോയ്മെന്റ്, മോർബിഡിറ്റി, അങ്ങനെയുള്ള കേസുകളൊക്കെ. അതുപോലെ ചൈൽഡ് കെയർ, ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ചൈൽഡ് കെയർ, മെറ്റേണിറ്റി, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് സെറ്റിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിന്റെ
ഇതിന്റെ അതായത് ഈ ഒരു സർവേ എക്സ്റ്റെൻഡിങ് ഓവർ എ പീരീഡ് ഓഫ് 10 ഇയേഴ്സ് വെച്ചിട്ടാണ് അതിന്റെ അതിൽ ഡിഫറെന്റ് അതായത് ഷെഡ്യൂൾ ഓഫ് സർവേസ് ഇവിടെ പറഞ്ഞത് 10 ഇയർ സൈക്കിൾ ആണ്. അത് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ആൻഡ് എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അത് ഓരോന്നും ഏതൊക്കെ സൈക്കിൾസ് എന്നാണ്. അത് നമ്മുടെ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ എംപ്ലോയ്മെന്റ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് അതൊക്കെയാണെങ്കിൽ 2 തവണ നല്ല രീതിയിലും, അതേപോലെ തന്നെ സോഷ്യൽ കൺസംഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതും ചോയ്സ്. അതേപോലെ തന്നെ അൺഓർഗനൈസ്ഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സിൻ്റെത്, അൺഓർഗനൈസ്ഡ് സർവീസസ് ഇതൊക്കെ ചോയ്സും. അതേപോലെ തന്നെ ലാൻഡ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഹോൾഡിങ്സും ഓപ്പൺ റൗണ്ട് ആ തരത്തിലുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ വൺസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ ടൈം പീരീഡ് ആണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് അതർ ആക്ടിവിറ്റീസ് ഓഫ് NSSOന്റെ മറ്റ് ആക്ടിവിറ്റീസിൽ എന്താണെന്ന് നോക്കാം. അതായത് ഫീൽഡ് വർക്ക് ഓഫ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് നമ്മൾ പറഞ്ഞിട്ട് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിനെ പറഞ്ഞ ടെക്നിക്കൽ ഗൈഡൻസ് ടു സ്റ്റേറ്റ്സ് ഇൻ ദി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ കണ്ടക്ടിങ് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേസ് ത്രൂ ദി ഇംപ്രൂവ്മെന്റ് ഓഫ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്കീംസ്. അതായത് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേസ് ഒക്കെ നടക്കുന്നത്. അതായത് ക്രോപ്പ് എത്രമാത്രമാണ് നമുക്കറിയാം അഗ്രികൾച്ചർ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ കിട്ടുന്നത് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ഒരു ടെക്നിക്കൽ ഗൈഡൻസോട് കൂടിയിട്ട് സ്റ്റേറ്റ് ലെവൽ എന്താണ് ഫീൽഡ് സർവേ ഒക്കെ നടത്തിയിട്ട് അതിന്റെ ക്രോപ്പ് എസ്റ്റിമേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്കീംസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എത്രമാത്രമാണ് ഓരോ ക്രോപ്സിന്റെ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. അതായത് അഗ്രികൾച്ചർ ഫീൽഡ്സിന്റെ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ഗ്രോത്ത് മെയിനായിട്ട് നമുക്ക് ഇക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു NSSOയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അത് സെക്ടർ വൈസിലാണ് എടുക്കുന്നത്. ദെൻ കളക്ഷൻ ഓഫ് ഡാറ്റ ഓൺ റൂറൽ റീറ്റെയിൽ പ്രൈസസ് ഫ്രം ഷോപ്സ് ഔട്ട്ലെറ്റ്സ്. അപ്പം ഇതിന്റെ മറ്റു ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പണ്ട് റൂറൽ ആൻഡ് അർബൻ പ്രൈസസ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ആ തരത്തിൽ എന്താണ് ഓരോന്നിന്റെയും എത്രമാത്രമാണ് എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ട് ഡാറ്റ എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താണ് അഗ്രികൾച്ചർ റൂറൽ ലേബർ ബ്യൂറോയിൽ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് എത്രമാത്രം ലേബേഴ്സ് ആണ് അഗ്രികൾച്ചർ ലേബേഴ്സ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കളക്ടിങ് റീറ്റെയിൽ പ്രൈസസ്, അതായത് ഇത്ര കുറെ ടൗണുകൾ എടുത്തിട്ട് അതിന്റെ കമ്പൈലേഷൻ എടുക്കും അർബൻ ലെവല് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതേപോലെ തന്നെ എന്താണ് കണ്ടക്ട് അർബൻ ഫ്രെയിം സർവേ ഫോർ പ്രൊവൈഡിങ് സാമ്പിളിംഗ് ഫ്രെയിം ഫോർ ഫസ്റ്റ് സ്റ്റേജ് യൂണിറ്റ്സ് ഓഫ് ദി അർബൻ സെക്ടറിന്റെ ഡാറ്റകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർവീസ് അർബൻ ഫ്രെയിം സർവീസ് ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ അതർ ആക്ടിവിറ്റീസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. അതായത് എന്തായാലും ഓൾറെഡി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ the NSSO ഈസ് ഹെഡഡ് ബൈ ഡയറക്ടർ ജനറൽ ആൻഡ് ഒരു CEO ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡയറക്ടർ ജനറലും ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ അതായത് ഒരു ചീഫ് എക്സിക്യൂട്ടീവും അതേപോലെ തന്നെ എന്താണ് ഒരു ഡയറക്ടർ ജനറൽ വരും. ഇനി ഓർഗനൈസേഷന്റെ കേസ് പറയുമ്പോൾ അതിനൊരു 4 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഈ ഡിവിഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് 4 ഡിവിഷൻസ് പറയുന്നത്. അതായത് NSSOയുടെ 4 ഡിവിഷൻസ് വരുന്നത്. ഒന്നാമത്തെ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. ഓക്കെ, സർവേ ഡിസൈനും റിസർച്ച് ഡിവിഷനും വരുന്നതാണ് SDRT എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡിവിഷൻ പറയുന്നത്. സെക്കൻഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ ആണ്. അതായത് നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്നലെ നമ്മൾ ആ ഒരു പൈലറ്റ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ സർവേ ഡിസൈൻ ചെയ്യണം. അത് നമ്മുടെ ആ റിസർച്ച് ഡിവിഷനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം ഫീൽഡിന്റെ ഓപ്പറേഷൻ ഡിവിഷൻസ്, മനസ്സിലായല്ലോ, ഫീൽഡ് ഓപ്പറേഷൻസ് അതായത് എത്രമാത്രം എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ. ഓക്കെ, ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ ലാസ്റ്റ്. ഡാറ്റ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ കോർഡിനേഷന്റെ പബ്ലിക്കേഷൻ ഡിവിഷൻ. നമ്മൾ പറഞ്ഞില്ല ഇപ്പം എന്താണ് കുറെ ജേർണൽസും അതേപോലെ തന്നെ എന്താണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പൊ ആ റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഡിവിഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, നെക്സ്റ്റ് വൺ ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻ, തേർഡ് വൺ ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ ആൻഡ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഇത്രയാണ് വരുന്നത്. ഇനി ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് എന്താണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയുള്ളതൊക്കെയാണ് ഇനി നോക്കാനുള്ള. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് SDRD ആണ്. SDRDന്റെ NSSOന്റെ 4 ഡിവിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് ഡിവിഷൻ SDRD ആണ്. ദിസ് ഡിവിഷൻ ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്തയാണ്. ഇതിന്റെ ഈസ് റെസ്പോൺസിബിൾ ഫോർ എ ടെക്നിക്കൽ പ്ലാനിങ് ഓഫ് സർവീസ്. നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഡാറ്റ കളക്ഷൻ ആണ് വരുന്നത്. അപ്പം കണ്ടക്ടിങ് സർവീസ് ആണ് വരുന്നത്. അപ്പം സർവീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം എന്താണ് ഫസ്റ്റ് ടെക്നിക്കൽ പ്ലാനിങ് ഓഫ് സർവീസ്. സർവേ
നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ടെക്നിക്കൽ പ്ലാനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സർവേ ഡിസൈനിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോർമുലേഷൻ ഓഫ് കൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ് അല്ലെ. നമുക്ക് എന്താണ് ഓരോ ഫീൽഡ്, ഓരോ സെക്ടേഴ്സിലാണെങ്കിലും ഓരോ ഫീൽഡിൽ എടുക്കുകയാണെങ്കിലും കുറെ എന്താണ് ചില കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡെഫിനിഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ സാമ്പിളിംഗ് ഡിസൈൻ ചെയ്യാം. സർവേ ഡിസൈൻ പോലെ തന്നെ എത്രമാത്രം സാമ്പിളിംഗ് ആണ്, ഫുള്ള് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാ, അങ്ങനെയുള്ള ഡിസൈനിങ് ഓഫ് എൻക്വയറീസ് ഷെഡ്യൂൾസ്, ദെൻ ഡ്രോയിങ് ഓഫ് ടാബുലേഷൻ പ്ലാൻ, അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് സർവേ റിസൾട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർവേ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ. നമ്മൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ഫസ്റ്റ് 4 ഡിവിഷനിൽ ഫസ്റ്റ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിസൈൻ. അത് ജസ്റ്റ് ഓർമ്മിക്കുക, അത് ഡിസൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ടെക്നിക്കൽ പ്ലാനിങ്, അതായത് ടെക്നിക്കൽ പ്ലാനിങ് ഓഫ് സർവേ, ടെക്നിക്കൽ പ്ലാനിങ് ഓഫ് സർവേ ആൻഡ് ഫോർമുലേഷൻ ഓഫ്. പ്ലാനിങ് ചെയ്യുമ്പോൾ കുറേ കൺസെപ്റ്റുകളും അതേപോലെ തന്നെ ഡെഫിനിഷൻസും നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടായിരിക്കും, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും. സാമ്പിൾ ചെയ്യുക, സാമ്പിളിംഗ് ഡിസൈനിങ് എടുക്കുക. പിന്നെ ഡിസൈനിങ് ഓഫ് എൻക്വയറി ഷെഡ്യൂൾസ് അല്ലെ. ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഒരു നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഡ്രോയിങ് അപ്പ് ഓഫ് ടാബുലേഷൻ പ്ലാൻ, അതും കൂടി നമ്മൾ അതുകൂടി ഈ റിസർച്ച് ഡിവിഷനാണ് ചെയ്യുന്നത്. ടാബുലേഷൻ പ്ലാൻ ആൻഡ് അനാലിസിസ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് സർവേ റിസൾട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിൽ വരുന്നത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ ആ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൊക്കേറ്റഡ് ഇറ്റ് കൊൽക്കട്ടയാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞ പ്ലാനിങ് ഓഫ് ദി സർവേ, ഫോർമുലേഷൻ ഓഫ് സാമ്പിളിംഗ് ഡിസൈൻ, അതേപോലെ തന്നെ ഫോർമുലേഷൻ കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ്, ഡ്രോയിങ് അപ്പ് ഓഫ് സർവേ ഷെഡ്യൂൾസ്, റൈറ്റിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ഫീൽഡ് സ്റ്റാഫ്. ആരാണോ ചെയ്യുന്നത് ഫീൽഡിലേക്ക് പോകുന്ന അവർക്ക് എന്താണ്, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുക. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് വാലിഡേഷൻ ആൻഡ് ടാബുലേഷൻ ഓഫ് പ്രോഗ്രാംസ്, ഫൈനലൈസേഷൻ ഓഫ് സർവേ റിസൾട്ട് ആൻഡ് റിലീസ് ഓഫ് റിപ്പോർട്ട്സ്, പ്രൊവൈഡിങ് ടെക്നിക്കൽ ഗൈഡൻസ് ഇൻ സാമ്പിളിംഗ് ടെക്നിക്സ് ടു വേരിയസ് ഒഫീഷ്യൽ ഏജൻസീസ്. അതായത് അവർക്ക് ടെക്നിക്കൽ ഗൈഡൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഓരോ ഏജൻസീസ്, ഒഫീഷ്യൽ ഏജൻസീസിക്ക് എന്താ ചെയ്യുക, ടെക്നിക്കൽ ഗൈഡൻസ് കൊടുക്കുക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റത്തെ കേസിൽ പറയുന്നത്. അതിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ലൊക്കേറ്റ് ചെയ്ത് SDRD ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ കൊൽക്കത്തയാണ്. രണ്ടാമത്തത് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ ആണ് പറയുന്നത്. ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ പറയുമ്പോൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് ഡൽഹിയാണ്, ഫരീദാബാദ് ആണ് പറയുന്നത്. ആൻഡ് നെറ്റ്വർക്ക് ഓഫ് 6 സോണൽ ഓഫീസേഴ്സ്. ഓക്കെ, അതിന് ഒരു എന്താ പറയാ 6 സോണൽ ഓഫീസേഴ്സ് ഉണ്ട്. അത് ബാംഗ്ലൂർ, കൊൽക്കത്ത, ഗുവാഹട്ടി, ജയ്പൂർ, ലക്നൗ ആൻഡ് നാഗ്പൂർ. ഇത്രയും സ്ഥലങ്ങളിൽ ഓരോ എന്താണ് 6 സോണൽ ഓഫീസേഴ്സ് അതിലുണ്ട്. അതേപോലെ തന്നെ 49 റീജിയണൽ ഓഫീസേഴ്സ് ഉണ്ട്. ആൻഡ് 116 സബ് റീജിയണൽ ഓഫീസേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. നമുക്കറിയാം ഈ ഒരു ഫീൽഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഇന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ ഒരു മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് പല സ്ഥലത്തും സോണൽ ഓഫീസേഴ്സും അതേപോലെ തന്നെ എന്താണ് റീജിയണൽ ഓഫീസേഴ്സും സബ് റീജിയണൽ ഓഫീസേഴ്സും ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാതെ തന്നെ അറിയാൻ പറ്റും എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്ന് അറിയാൻ പറ്റും. കളക്ഷൻ ഓഫ് ഡാറ്റയാണ് മെയിൻ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ, കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. കാരണം ഫീൽഡ് ഓപ്പറേഷൻ ആണ് ഇതിൽ വരുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദി കളക്ഷൻ ഓഫ് ഡാറ്റയാണ് വരുന്നത്. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ ആനുവൽ സർവേസ് ഓഫ് ഇൻഡസ്ട്രി, സോഷ്യോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അല്ലെ. ആനുവൽ സർവേസ് ഓഫ് ഇൻഡസ്ട്രീന്റെ പറഞ്ഞിട്ട് കഴിഞ്ഞു. സോഷ്യോ ഇക്കണോമിക് സർവേസ് അതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രൈസ് കളക്ഷൻ സർവേ, പ്രൈസ് കളക്ഷൻ റൂറൽ ആൻഡ് അർബനില, പ്രൈസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ ഡീറ്റെയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ദെൻ ഫോളോ അപ്പ് സർവേസ് ഓഫ് ഇക്കണോമിക് സെൻസസ്. മനസ്സിലായല്ലോ, അതിന്റെ സർവേയുടെ ഫോളോ അപ്പ് എടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡിവിഷനിൽ ഫീൽഡ് ഓപ്പറേഷൻസ് ഡിവിഷൻസ് എന്നുള്ള ഇതിൽ എടുക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ മാത്രം ഇതിൽ കുറച്ച് കാര്യങ്ങളുടെ അപ്ഡേഷൻ ഓഫ് അർബൻ ഫ്രെയിം സർവേ ബ്ലോക്സ്, അതേപോലെ തന്നെ സാമ്പിൾ ചെക്ക് ഓൺ ഏരിയ എന്യൂമറേഷൻ ആൻഡ് ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് ആൻഡ് പ്രൊവൈഡിംഗ് ടെക്നിക്കൽ ഗൈഡൻസ് ടു ദി സ്റ്റേറ്റ്സ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഇതിൽ വരുന്ന മറ്റ് കേസ് മെയിൻ ആയിട്ട് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിൽ അപ്ഡേഷൻ ഓഫ് അർബൻ ഫ്രെയിം സർവേ ബ്ലോക്സ് നമ്മൾ പറഞ്ഞിട്ട് UFS പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അപ്ഡേറ്റ്, അതിന്റെ അർബൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മൾ പണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, മെയിൻ ആയിട്ട് ഡാറ്റ റെക്കോർഡിങ്സ് കുറയുന്നത് നമ്മൾ
പറയുന്ന അഗ്രികൾച്ചർ ഫീൽഡിലായിരിക്കും, അഗ്രികൾച്ചർ സെക്ടറിലായിരിക്കും. സോ അവിടെ ഒരു ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എന്താ പറയാ, ഒരു അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ട്, ഡാറ്റ കിട്ടാത്ത ഒരു കണ്ടീഷൻ വരുമ്പം എടുക്കുന്നതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. എന്താ പറയാ, ഇപ്പം ഒരു എക്സ്പെരിമെന്റൽ ഒരു ഏരിയ എടുത്തിട്ട് അതിന്റെ ഡാറ്റ ഒക്കെ കളക്ട് ചെയ്യുന്ന രീതിയിലാണ് എടുക്കുന്നത്. ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് അവർ തന്നെ ആക്കിയിട്ട് ആ ഏരിയയിൽ സീസണലി എത്രമാത്രം ക്രോപ്പ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള അതിന്റെ ഒരു കളക്ഷൻ എടുക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എത്രമാത്രം ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുക. ഒരു സ്ക്വയർ ഫീറ്റിലോ അങ്ങനെയെങ്കിലും ആ തരത്തിലെങ്കിലും എടുത്തിട്ടാണ് ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് എടുക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. അതായത് ഒരു ഏരിയ എടുത്തിട്ട് ആ ഏരിയയിൽ എത്രമാത്രം, മെയിൻ ആയിട്ട് പാഡി അതേപോലെ തന്നെ വീറ്റ് അങ്ങനെയുള്ള കൾട്ടിവേഷൻ ആണ്, ഫീൽഡ് കൾട്ടിവേഷൻ ആണ് മെയിൻ ആയിട്ട് അങ്ങനത്തെ ഇതെടുക്കുന്നത്. അപ്പം ആ ഏരിയയിൽ എത്രമാത്രം സീസണലായിട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കൾട്ടിവേഷൻ ഇവരുടെ തന്നെ ഏജൻസി പോയിട്ട് അതിന്റെ ഒരു അതിന്റെ മൊത്തം എത്രമാത്രം ഓരോ സീസണിലും കിട്ടുന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തെടുക്കാം. അല്ലാതെ പിന്നീട് പോയിട്ട് നമ്മളിപ്പം എന്താ പറയാ, ഹൗസ് കർഷകരുടെ അടുത്ത് ചോദിച്ചത് വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കളക്ഷൻസ് എടുക്കുന്നത്. പ്രൊവൈഡിങ് ടെക്നിക്കൽ ഗൈഡൻസ് ടു ദി സ്റ്റേറ്റ്സ് ഫോർ ഇംപ്രൂവിംഗ് ദി ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പ്രൊവൈഡിങ് ടെക്നിക്കൽ ഗൈഡൻസ് ടു ദി സ്റ്റേറ്റ്സ് ഇൻ ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ സർവേ ടെക്നിക്സ് ഓൺ ഏരിയ ആൻഡ് ഈൽഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ നമ്മൾ പറയുന്നത് പ്രൊവൈഡിങ് ടെക്നിക്കൽ ഗൈഡൻസ് ടു ദി സ്റ്റേറ്റ്സ് ഇൻ ഡെവലപ്പിംഗ് സൂട്ടബിൾ സർവേ ടെക്നിക്. അതായത് ഏതൊക്കെ ഓരോ ഏരിയയിലുള്ള ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്സ് ആണ്, സർവേ ടെക്നിക്സ് ആണ് കൊണ്ടത്, അതിനൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞ അഡ്ഹോക് സർവീസസ് ആണ് യൂണിസെഫ്, അതേപോലെ തന്നെ NPISH പോലെയുള്ള അതായത് ഇപ്പം നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ് ഹൗസ് ആ തരത്തിലുള്ള എന്താണ് അഡ്ഹോക് സർവീസ് ഒക്കെ അതിനൊക്കെ ഉള്ളത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ട്രെയിനിങ് ആക്ടിവിറ്റീസ്, കണ്ടക്ടിങ് സർവീസ്, സ്പെസിഫിക് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫീൽഡ് ഫംഗ്ഷൻ. അതായത് ഫീൽഡിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫീൽഡ് ഡാറ്റ കളക്ട് ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസിലും മറ്റേ സോണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊബേഷണറീസ് ഓഫീസേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക. അത് സോണൽ സെന്റേഴ്സിലും അതേപോലെ തന്നെ റീജിയണൽ ഓഫീസേഴ്സിലൊക്കെ കൊടുക്കുക. നമ്മൾ പണ്ട് ഒരുപാട് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് 6 സോണൽ ഓഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 14 റീജിയണൽ ഓഫീസ്. അപ്പൊ അവിടെയുള്ള ഫീൽഡ് സ്റ്റാഫിനും അതേപോലെ ISSS പോലെയുള്ള പ്രൊബേഷണറി ഓഫീസേഴ്സിനും എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സർവേ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുക. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ഒരു ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷന്റെ കേസുകൾ പറയുന്നത്. ഓക്കെ, ദെൻ ആനുവൽ സർവീസ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് അതിന്റെ ഒബ്ജക്റ്റീവ്സ് സപ്ലൈ ഓഫ് ഡാറ്റ ഓൺ ഡിഫറെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ഓർഗനൈസ്ഡ് മാനുഫാക്ചറിങ് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ, അതായത് ഇതിലെ എസ്റ്റിമേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, അത് ഓർഗനൈസ്ഡ് സെക്ടറിലെ അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, നാഷണൽ ഇൻകത്തിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും അവർ അതിന്റെ ഇൻപുട്ട് വൈസും ഔട്ട്പുട്ട് വൈസും എക്സ്പ്ലനേഷൻ ആ ഒരു ASI ഡാറ്റയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട്, അതായത് എത്രമാത്രം നമ്മളിപ്പം പറയലില്ലേ, കോൺട്രിബ്യൂഷൻ ടു ദി അഗ്രികൾച്ചർ സെക്ടർ ടു ദി നാഷണൽ ഇൻകം, കോൺട്രിബ്യൂഷൻ ടു ദി നാഷണൽ ഇൻകം, കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ടു നാഷണൽ ഇൻകം. അപ്പൊ ആ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ NSSO പോലെയുള്ള അവരെടുക്കുന്ന ഡാറ്റ കളക്ഷനിലൂടെയാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ദെൻ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓൺ ദി സ്ട്രക്ചർ ഓഫ് ഇൻഡസ്ട്രീസ്, നമുക്ക് ഇൻഡസ്ട്രീസിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു സ്റ്റഡി നടത്താം. അതായത് പല റിസർച്ചേഴ്സ് ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ കളക്ഷന്റെ സമയത്തൊക്കെ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ASI ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റക്ക് മെയിൻ ആയിട്ട് ഒരുപാട് റിസർച്ചേഴ്സ് ഒക്കെ സെക്കൻഡറി ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ലെവലിലുള്ള സ്റ്റഡീസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ASI ഡാറ്റയാണ്. പിന്നെ അതേപോലെ തന്നെ പ്രൊവൈഡിങ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഇക്കണോമിക് പാരാമീറ്റേഴ്സ് സ്റ്റേറ്റ് ലെവൽ ഫോർ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്. ഇതിൽ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ASI ഡാറ്റയിൽ ഈ ഒരു ASI ഡാറ്റ ഒക്കെ എന്താണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ അവൈലബിൾ ആണ്.
അപ്പോൾ അവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എന്താണ് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഡിഫറെന്റ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് എത്രമാത്രം ഇൻഡസ്ട്രി ഇപ്പം കേരളത്തിന്റെ ആണ് നമുക്ക് വേണമെങ്കിൽ കേരളത്തിന്റെ എത്രമാത്രം ഇൻഡസ്ട്രീസ് ആണ് കേരളത്തിലുള്ളതെന്നും ഓർഗനൈസേഴ്സ് ഇതിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എത്രമാത്രമാണ് ഫംഗ്ഷനിങ് ഇപ്പോൾ ഉള്ളത്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ളത് ഓരോന്നിന്റെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ ഉള്ളതുണ്ട്. അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ കൊടുക്കുന്നത് ഇതാണ്. നെക്സ്റ്റ് നമ്മൾ അർബൻ ഫ്രെയിം സർവേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർബൻ ഫ്രെയിം സർവേ ഈസ് കണ്ടക്റ്റഡ് ഓൺ എ കണ്ടിന്യൂയിങ് ബേസിസ് ടു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റഡ് ഫ്രെയിം വർക്ക് or updated frame of first stage units in urban areas and also a newly formed towns. അതായത് നമ്മൾ ഓരോ ടൈമിലും പുതിയ പുതിയ ടൗൺസുകൾ അർബൻ ഏരിയസിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുന്നത് ഈ ഒരു സർവേ ആണ്. പിന്നെ അതേപോലെ തന്നെ അർബൻ ഫ്രെയിം സർവേ ആണ് പറയുന്നത് കണ്ടക്റ്റഡ് ഓൺ എ കണ്ടിന്യൂയിങ് ബേസിസ് ടു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റഡ് ഫ്രെയിം വർക്ക് updated frame to urban areas. Okay, then each town city is divided into compact aerial UFCs blocks with the clear-cut identifiable boundaries and permanent landmarks having a population content of a അതൊക്കെ എന്താണ് റെക്കോർഡബിൾ ആയിട്ട് വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അർബൻ ഫ്രെയിം സർവേ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ICS ഇംപ്രൂവ്മെന്റ് ഓഫ് ക്രോപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് അത് ആ ഒരു സ്കീം ഈസ് ഇൻ ഓപ്പറേഷൻ സിൻസ് 1973 ആണ്. ഏതൊക്കെയാണ് ICSന്റെ സ്കീംസ് എന്ന് പറയുമ്പോൾ അതിൽ സാമ്പിൾ ചെക്ക് ഓഫ് ദി പ്രൈമറി ഫീൽഡ് വർക്ക് റിലേറ്റിംഗ് ടു ഏരിയ എന്യൂമറേഷൻ ആൻഡ് ഏരിയ അഗ്രിഗേഷൻ. നമ്മൾ അതിന്റെ ഒരു സാമ്പിള് പ്രൈമറി ഫീൽഡ് വർക്ക് ഡാറ്റയാണ് അതിന്റെ എന്യൂമറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതേപോലെ തന്നെ ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റിനുള്ള സൂപ്പർവിഷൻ കൊടുക്കുക. മനസ്സിലായല്ലോ ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫൈൻഡിങ് ഓഫ് ദി ICS സ്കീംസ് ആർ ബ്രോട്ട് ഔട്ട് ഇൻ ടു ക്രോപ്പ്. നമ്മൾക്ക് അത് കിട്ടിയിരിക്കുന്ന ഡാറ്റ എടുക്കുക എന്താണ് അതിന്റെ ഒരു അതിന്റെ സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ബേസ്ഡ് ഓൺ ദി ഡാറ്റ കണ്ടെയ്ൻഡ് ഇൻ ദി ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേസ് കണ്ടക്റ്റഡ് ബൈ ദി സ്റ്റേറ്റ്സ് എവറി ഇയർ എ റിപ്പോർട്ട് ടൈറ്റിൽഡ് കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് ഓഫ് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേസ് ഓൺ പ്രിൻസിപ്പൽ ക്രോപ്സ് ഈസ് ബ്രോട്ട് ഔട്ട് ബൈ ഇത്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൺസോളിഡേറ്റഡ് റിസൾട്ട് ഓഫ് ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേന്റെ അതിന്റെ റിപ്പോർട്ടും കൂടി കൊടുക്കുന്നുണ്ട്. ക്രോപ്പ് എസ്റ്റിമേഷൻ സർവേ കഴിഞ്ഞതിന് ശേഷം അതിന്റെ എന്താണ് ഒരു കൺസോളിഡേറ്റഡ് റിസൾട്ടും കൂടി അത് എല്ലാറ്റിന്റെയും ഉണ്ടായിരിക്കും. നമ്മൾ അർബനിന്റെ ആണെങ്കിൽ അതൊരു ഒരു ഇതിൽ അവർ കൺസോളിഡേറ്റഡ് ആണ് ഇറക്കുന്നത്. കൺസോളിഡേറ്റഡ് ഉണ്ടായിരിക്കും. അപ്പൊ അതില് മറ്റതിലൊക്കെ സെപ്പറേറ്റ് ഓരോ ഇൻപുട്ട് യൂസ് ചെയ്ത് അങ്ങനെ പകരം ഇതിന്റെ ആ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇത് എന്താ പറയാ ടോട്ടൽ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ മാത്രം ഉള്ള ഒരു പബ്ലിക്കേഷൻസും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിസൈൻ സാമ്പിൾ ചെക്ക് സെലക്ഷൻ ഓഫ് വില്ലേജസ് എക്സ്പെരിമെന്റ്സ് അതേപോലെ തന്നെ എന്താണ് ഷെഡ്യൂൾ ക്യാൻവാസിംഗ് റിപ്പോർട്ട് റൈറ്റിംഗ് yield rates ബേസ്ഡ് ഓൺ ദി സെൻട്രൽ സാമ്പിൾ ആൻഡ് പൂൾഡ് സാമ്പിൾസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു സെക്കൻഡിൽ അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ് അതായത് നമ്മുടെ രണ്ടാമത്തെ അതായത് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷനിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ അഡ്വാൻസ്ഡ് yield എസ്റ്റിമേറ്റ്സ് ത്രൂ ക്രോപ്പ് കട്ടിംഗ് അഡ്വാൻസ്ഡ് yield എസ്റ്റിമേറ്റ്സ് ത്രൂ ക്രോപ്പ് കട്ടിംഗ് എക്സ്പെരിമെന്റ്. അതിൽ ഐഡന്റിഫിക്കേഷൻ ആൻഡ് മാർക്കിംഗ് ഓഫ് ദി എക്സ്പെരിമെന്റൽ പ്ലോട്ട്സ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്പെരിമെന്റ് പ്ലോട്ട് ഏതാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും. അതായത് സ്പെസിഫൈഡ് സൈസ് ആണ് നോക്കും. അതിന്റെ ഷേപ്പ് ഒക്കെ നോക്കിയിട്ട് എന്താണ് നമ്മളിപ്പോ എന്താണ് റാൻഡം സാമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റൽ പ്ലോട്ട് കളക്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ yield എസ്റ്റിമേഷൻ എടുക്കും. ഓക്കെ, മേജർ ക്രോപ്സ് ആർ ഒബ്റ്റൈൻഡ് ത്രൂ അനാലിസിസ് ഓഫ് ക്രോപ്പ് കട്ടിംഗ്. അപ്പം ആ ക്രോപ്പ് കട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയയിൽ എത്രയാണ് മേജർ ക്രോപ്സിന്റെ yield എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് അതിൽ വരുന്നത്. സാമ്പിളിംഗ് ഫ്രെയിം ഫോർ സോഷ്യോ ഇക്കണോമിക്. ഇതിൽ സോഷ്യോ ഇക്കണോമിക് സർവീസിന്റെയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ ദി റൂറൽ സെക്ടർ ദി ലിസ്റ്റ് ഓഫ് 2001 പോപ്പുലേഷൻ സെൻസസ് വില്ലേജസ് ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു സാമ്പിളിംഗ്. അതിന്റെ സാമ്പിളിംഗ് ഫ്രെയിം 2001 എത്രയാണ് റൂറൽ സെക്ടർ എന്ന് പറയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അർബന്റെ ആണെങ്കിൽ ലേറ്റസ്റ്റ് അവൈലബിൾ അർബൻ frame survey blocks have been considered as sampling frame. Then for enterprises surveys, the 50 economic census data are used for selecting
വില്ലേജസ് ഫോർ UFC ബ്ലോക്സ് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോഷ്യോ എക്കണോമിക് സർവേസ് ആണ്. സോഷ്യോ എക്കണോമിക് സർവേസിൽ മെയിൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത് പോവർട്ടി എസ്റ്റിമേഷനും അതേപോലെ തന്നെ ലേബർ ഫോഴ്സ് ആൻഡ് എംപ്ലോയ്മെന്റ് എസ്റ്റിമേറ്റ്സ്, അത് എംപ്ലോയ്മെന്റ് തന്നെ അൺഎംപ്ലോയ്മെന്റ് എസ്റ്റിമേറ്റ്സ് നോക്കുന്നുണ്ട്, അതിന്റെ പ്രൊജക്ഷൻ. പിന്നെ അതേപോലെ തന്നെ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ, എസ്റ്റിമേഷൻ ഓൺ ലിറ്ററസി റേറ്റ്സ്, എസ്റ്റിമേഷൻ ഓൺ ഡിസബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്, അതായത് സോഷ്യോ എക്കണോമിക് സർവീസിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഡിവിഷൻ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ. ഓക്കെ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയാണ് ആൻഡ് 6 സെന്റേഴ്സ്. അതായത് ദി ഡാറ്റ പ്രോസസ്സിംഗ്, നമുക്കറിയാം ഈ ഒരു ഡാറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം അല്ലെ, ഏതിലാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. പ്രോസസ്സിംഗ് ഓഫ് എന്താണ് ഡാറ്റ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം ഈ ഒരു DPD എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയാണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ദി ഡാറ്റ പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് ഹാവ് ബീൻ ഡീസെൻട്രലൈസ്ഡ് ത്രൂ ഇൻ 6 സെന്റേഴ്സ്. അത് അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൊൽക്കത്ത, ഡൽഹി, ആൻഡ് നാഗ്പൂർ, ഇത്രയും സ്ഥലങ്ങളിലാണ് അതിന്റെ 6 സെന്റേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ DPDന്റെ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് ഓഫ് സർവേസ് ഷെഡ്യൂൾഡ് ക്യാൻവാസ്ഡ് ഇൻ ദി വേരിയസ് സോഷ്യോ എക്കണോമിക് സർവേസ്. ദി വേരിയസ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് സാമ്പിൾസ് സെലക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സാമ്പിൾ ലിസ്റ്റ്. ഓക്കെ, സാമ്പിൾ സെലക്ഷനും അതേപോലെ തന്നെ എന്താണ് സാമ്പിൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ സോഷ്യോ എക്കണോമിക് സർവീസിന് വേണ്ട സാമ്പിളും അതേപോലെ തന്നെ സാമ്പിൾ ലിസ്റ്റും പ്രിപ്പയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പ്രിപ്പറേഷൻ ആൻഡ് ചെക്കിംഗ് ഓഫ് മൾട്ടിപ്ലയർ ഡീറ്റെയിൽസ്, അതായത് നമ്മളിപ്പം കുറേ കാര്യങ്ങൾ സോഷ്യോ എക്കണോമിക്കിൽ പറഞ്ഞിട്ടില്ല, അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് എടുക്കുക. പിന്നെ പ്രീ ഡാറ്റ എൻട്രി സ്ക്രൂട്ടിനി ഫോർ ഫിൽഡ് ഇൻ ഷെഡ്യൂൾസ്, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എന്താണ് ഒരു പ്രീ ഡാറ്റ എൻട്രി, അതായത് നമ്മളൊരു പൈലറ്റ് സ്റ്റഡി പോലെയുള്ള അങ്ങനത്തെ ഈ ഒരു ഷെഡ്യൂൾ വെച്ച് ഈ ഒരു ക്വസ്റ്റനർ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഡാറ്റ എൻട്രിയും അതിന്റെ വാലിഡേഷന് ആൻഡ് ടാബുലേഷനും വരുന്നത്. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ, നമ്മൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇതിന്റെ ഡാറ്റ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നത്. പിന്നെ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്, ഓരോ സ്റ്റേറ്റ്സിനും വേണ്ട എന്താണ് ഡാറ്റ പ്രോസസ്സിംഗിന് അസിസ്റ്റൻസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് DPDയിൽ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഹെഡിങ്ങിൽ ലാസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഓഫ് ഡിവിഷൻ. അപ്പൊ നമ്മൾ പ്രോസസ്സിംഗും കഴിഞ്ഞു, പിന്നെ എന്താണ് അത് അവിടെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, എന്താണ് നമുക്ക് അത് പബ്ലിക്കിലേക്ക് എത്തണം, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമുക്കറിയാം റിസർച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡറി ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് NSSOന്റെ ഡാറ്റയാണ്, മെയിൻലി സോഷ്യൽ സയൻസ് സ്റ്റുഡൻസിന് അല്ലെ. അപ്പം അങ്ങനെയുള്ള പബ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവുന്നത് NSSO കൊടുക്കുന്ന ഡാറ്റയാണ് അല്ലെ. അപ്പോൾ അതെന്ത് ചെയ്യണം, അതിന്റെ പബ്ലിക്കേഷൻ വർക്കുകൾ നടക്കണം. അതിന്റെ കോർഡിനേഷന്റെ പബ്ലിക്കേഷൻ ഡിവിഷനാണ് അത് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് ഡൽഹിയാണ്. ഇനി ഇതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കറിയാം, കോർഡിനേറ്റിംഗ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഓൾ 4 ഡിവിഷൻസ് ഓഫ് NSSO. NSSOന്റെ മറ്റ് 4 ഡിവിഷനിൽ അവർ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ എന്താ പറയാ അതിന്റെ സർവേ ഡിസൈൻ വന്നു, രണ്ടാമത്തേല് നമ്മൾ എന്താണ് രണ്ടാമത്തെ ഫീൽഡ് സർവേ വന്നു, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ വന്നു. മൂന്നാമത്തേല് നമ്മൾ അതിന്റെ പ്രോസസ്സിംഗ് വന്നു. ഇനി ഈ 3 കാര്യങ്ങളും എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ആരുടെ ഇത് ഈ ഒരു 4ാമത്തെ ഡിവിഷന്റെ ഇത്, അത് കോർഡിനേഷന്റെ പബ്ലിക്കേഷൻ ഓഫ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതില് മെസ്സേജ് ഒന്നും വന്നില്ല. ഹലോ, നെറ്റ് കട്ടായിട്ടുണ്ട് അല്ലേ? കട്ടായിട്ടുണ്ടായില്ല? ഞാൻ ഇതിൽ നോക്കുമ്പോൾ കട്ടായ പോലെ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് CPD ആണ് പറഞ്ഞത്, അതായത് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ അല്ലെ. അപ്പൊ അതിലെ ഹെഡ് നമ്മൾ പറഞ്ഞിട്ട് ന്യൂഡൽഹിയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറഞ്ഞിട്ട്. CPD ഈസ് റെസ്പോൺസിബിൾ ഫോർ എന്താണ് കോർഡിനേറ്റിംഗ്. നമ്മൾ 3 ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 3 ഡിവിഷന്റെയും കാര്യങ്ങൾ അതിന്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു 4th ഡിവിഷൻ പറയുന്നത്. ഇനി അതിൻ്റെ ഡിസമിനേഷൻ ഓഫ് സർവേസ് റിസൾട്ട് ആൻഡ് അനാലിസിസ് ത്രൂ ദി ബൈ ആനുവൽ ടെക്നിക്കൽ ജേർണൽ. നമ്മുടെ എന്താണ് ഒരു ടെക്നിക്കൽ ജേർണൽ
ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ജേർണൽസ്, അതാണ് സർവേക്ഷണ എന്ന് പറഞ്ഞത്. അത് ഓർമ്മയിൽ വെക്കുക. സർവേക്ഷണയാണ് ഒരു NSSO പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ജേർണല്. ഓക്കെ, അത് വൺ വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഈ സർവേക്ഷണയും നമുക്ക് എന്താണ് CDSൽ പോയാൽ നമുക്ക് ആ ഒരു സർവേക്ഷണ പബ്ലിക്കേഷൻസ് അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സർവേക്ഷണ ആൻഡ് നാഷണൽ, അതാണ്. പിന്നെ അതേപോലെ നാഷണൽ സെമിനാറിന്റെ കുറെ ഡോക്യുമെന്റ്സും അവര് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം മനസ്സിലാക്കിയ ഡിസമിനേഷൻ ഓഫ് സർവേ റിസൾട്ട്സ് ആൻഡ് അനാലിസിസ് ത്രൂ ദി ബൈ ആനുവൽ ടെക്നിക്കൽ ജേണൽ ആണ്. അതായത് ആനുവലി 2 എണ്ണം വീതം അവർ സർവേഷണം എന്ന രീതിയിൽ ആ ഒരു ജേണൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദെൻ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ദി സ്റ്റീലിംഗ് ഓഫ് കമ്മിറ്റി ഓഫ് പിന്നെ മാത്രമല്ല എന്താണ് NSSOന്റെ കമ്മിറ്റിക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും ഈ ഒരു CPD ആണ് കൊടുക്കുന്നത്. ആൻഡ് സപ്ലൈയിങ് സർവേ ഡാറ്റ ഓഫ് വേരിയസ് റൗണ്ട്സ് ടു ഇൻഡിവിജ്വൽസ്, റിസർച്ച് സ്കോളേഴ്സ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് മെയിൻ ആയിട്ട് റിസർച്ച് സ്കോളേഴ്സിനൊക്കെ ഡാറ്റ അവൈലബിൾ ആവുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് NSSOന്റെ ആണ് പറഞ്ഞിട്ട്. ഈ സർവേഷണയിൽ ഒരുവിധം എല്ലാ ഡാറ്റകളും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓരോ തരം, നമുക്കറിയാം ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിഫറെന്റ് ഏരിയാസിലുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ ഏരിയയിലുള്ളതും അതേപോലെ ഇൻഡസ്ട്രിയിലുള്ള ഡിഫറെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഇതാണ്. അതേപോലെ തന്നെ എന്താണ് ചില ഇൻഡിവിജ്വൽസിന് എന്താണെന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അത് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്നവർക്ക്, അങ്ങനെയുള്ള അതായത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ബോഡീസിന് ഒക്കെ വേണ്ട സർവേ ഒക്കെ അതായത് ഡാറ്റ സപ്ലൈ ചെയ്യുന്നതും ഇതാണ്. പിന്നെ റിലേഷൻസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്, മിനിസ്ട്രി ആൻഡ് വേരിയസ് മാറ്റേഴ്സ് കൺസേൺ. അതുപോലെ തന്നെ എന്താണ് പല മിനിസ്ട്രീസിലും പല ഡിപ്പാർട്ട്മെന്റിലും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതും, അതേപോലെ തന്നെ പാർലമെന്റ് ക്വസ്റ്റ്യൻസിന് വേണ്ട റിപ്ലൈസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആവുന്നത് ഈ സർവേഷണ പോലെയുള്ള NSSOന്റെ ഇതിലാണ്. അതായത് ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയെ കുറിച്ച് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഏത് സെക്ടറിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. അങ്ങനെയുള്ള എല്ലാ റിപ്ലൈസിനും എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ് ഈ ഒരു ഇങ്ങനെയുള്ള എന്താണ് ഡാറ്റ അവൈലബിലിറ്റി ആണ് വരുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 4 എണ്ണത്തിന്റെ 4 ഡിവിഷൻ. NSSOന്റെ 4 ഡിവിഷൻ പറഞ്ഞു. ആ 4 ഡിവിഷന്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? അതായത് ലാസ്റ്റത്തെ പറഞ്ഞിട്ടുണ്ട് ലൊക്കേറ്റഡ് ഇൻ ഡൽഹി ആണ്, കോർഡിനേറ്റ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഡിവിഷൻസ് ഓഫ് NSSO. ഇറ്റ് ഓൾസോ ബ്രിങ്സ് ഔട്ട് ദി ബയാനുവൽ journal of NSSO that is titled as Sarveshna and organizes national seminars on the result of various socio-economic surveys and conducted by the. അതായത് ഏതെങ്കിലും കാര്യത്തിൽ എന്താണ് സെമിനാർസ് ഒക്കെ വേണമെങ്കിൽ സോഷ്യോ എക്കണോമിക് സർവീസിലൊക്കെ സെമിനാർ അതൊക്കെ അണ്ടർടേക്കൻ ചെയ്യുന്ന, അതായത് അതൊക്കെ എന്താണ് ഓർഗനൈസ് ചെയ്യുന്നതും ഈ ഒരു NSSO ആണ്. എനിക്ക് തോന്നുന്നത് NSSOന്റെ ഫങ്ഷൻസും NSSO എന്താണെന്നും അതിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ റീസൺ ഫോർ സോഷ്യോ എക്കണോമിക് സർവേസ് ആണ് വരുന്നത്. അതായത് കുറെ റൗണ്ട്സുകളൊക്കെ പറയുന്നുണ്ട്. അതായത് NSSOയുടെ ഡിഫറെന്റ് എന്താ പറയാ അതിന്റെ റൗണ്ട്സുകളൊക്കെ പറഞ്ഞാൽ ഓരോ റൗണ്ട്സ് എന്ന് പറയുന്നത് ഓരോരോ ഓരോന്നിനും ഐഡന്റിഫൈ ചെയ്ത്, ഇപ്പൊ 16th റൗണ്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ആണെങ്കിൽ അങ്ങനെ ഓരോ തരത്തിലുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മിസ്സേ നമ്മൾ ഈ റൗണ്ട്സ് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൗണ്ട്സ് നോക്കിയാൽ മതിയോ? റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ തരത്തിലാണ് പറയുന്നത്. അതായത് ഇപ്പം ഇത്ര റൗണ്ട്സ്, എത്രാമത്തെ റൗണ്ട് എന്നത് അങ്ങനെ ആ തരത്തിലുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇപ്പം എന്നൊക്കെ തോന്നുന്ന റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം NSSO അത് കമ്പൈൻ ചെയ്തിട്ടാണ്. ഞാൻ അതും കൂടി പറയാം. ഇപ്പം ഒരു 59th റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഈ ഒരു പീരീഡിലാണ് പറയുന്നത്. അതിൽ ലാൻഡ് ആൻഡ് ലൈവ്ലി സ്റ്റോക്ക് ഹോൾഡിങ്സ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഡെപ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിലാണെങ്കിൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. 61ലാണെങ്കിൽ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ 62ല് മാനുഫാക്ചർ. ഇതിന്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ഇത് എത്ര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ എടുത്തുകൊണ്ട് ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അതുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോവാണ്. എൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള തന്നേക്കാം. ഓക്കെ, 62 റൗണ്ട് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് മാനുഫാക്ചറിങ് എന്റർപ്രൈസ്, പിന്നെ ഹൗസ് ഹോൾഡ് കൺസ്യൂമർ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചിലതിൽ വരുന്നുണ്ട്. പിന്നെ 64th റൗണ്ട് ആണെങ്കിൽ എന്താണ്
എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും അൺഎംപ്ലോയ്മെന്റ്, മൈഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്. 65 ആണെങ്കിൽ ഡൊമസ്റ്റിക് ടൂറിസം ആൻഡ് അതേഴ്സ്. പിന്നെ നെക്സ്റ്റ് അതർ സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൈലറ്റ് സർവേ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ യൂണിസെഫ് ബേസ് ലൈൻ സർവേ ഓൺ വെൽബീങ് ഓഫ് ദി ചിൽഡ്രൻ ആൻഡ് വുമന്റെ, അതായത് ചൈൽഡ് യൂണിസെഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നതും, അതേപോലെ തന്നെ എന്താണ് NPISH പൈലറ്റ് സർവേ റൗണ്ട്സ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഓരോന്നിലും ഓർമ്മിച്ച് വെക്കാനുണ്ട്. പിന്നെ അതർ സർവീസിൽ പറയുന്നത് യൂണിസെഫിൻ്റെതും, അതായത് യൂണിസെഫ് അതായത് ചിൽഡ്രൻ വുമൺ എന്ന് പറയുന്ന അവരുടെ, അതായത് ഇതിന്റെ യൂണിസെഫിന്റെ ഇപ്പൊ പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം അതില് കുട്ടികളുടെയും അതേപോലെ തന്നെ സ്ത്രീകളുടെയും ഡെവലപ്മെന്റ് വേണ്ടി ചെയ്യുന്ന വർക്കുകളൊക്കെ ഇല്ല, അതിന്റെ എത്രമാത്രമാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും. പിന്നെ അതേപോലെ തന്നെ പൈലറ്റ് സർവേ ഓൺ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർവിങ് ഹൗസ് ഹോൾഡ്സ്, അത് NPISH എന്ന് പറഞ്ഞിട്ട് അതില് സെർവിങ് ഹൗസ് ഹോൾഡ്സ്. പിന്നെ അതേപോലെ തന്നെ കുറെ ക്ലബ്സ് അങ്ങനെയൊക്കെ വരുന്നില്ല, ചർച്ചസ്, അവരൊക്കെ എന്താ പറയാ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യം അതിന്റെയും കൂടി ഡാറ്റകൾ ഇതിൽ എടുക്കുന്നുണ്ടതാണ്. പിന്നെ പബ്ലിക്കേഷൻസിന്റെ പറഞ്ഞ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് റിപ്പോർട്ട് ഓൺ വേരിയസ് റൗണ്ട്സ് ഓഫ് NSSO സർവീസ്. ദി ടോട്ടൽ ഓഫ് 526 NSSO reports have been released and ഒരു ബയാനുവൽ ടെക്നിക്കൽ ജേർണൽ വന്ന് സർവേഷണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവേഷണ ദർ ഈസ് എൻ എഡിറ്റോറിയൽ അഡ്വൈസറി ബോർഡ് ഉണ്ട് അതിന്. പിന്നെ അതേപോലെ തന്നെ പബ്ലിഷേഴ്സ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സമ്മറീസ് ഓൺ വേരിയസ് റൗണ്ട്സ് ഓഫ് NSSO സർവേസ്. NSSO സർവേന്റെ എല്ലാ റൗണ്ട്സിലും എന്താണ് അതിന്റെ പബ്ലിക്കേഷൻസ്, അതിന്റെ റിസൾട്ട് ഒക്കെ എന്താണ് അത് സമ്മറൈസ് ചെയ്തെന്ന് സർവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് ഓൺ വേരിയസ് സോഷ്യോ ഇക്കണോമിക് സർവേസിന് പറഞ്ഞിട്ട് 91 ഇഷ്യൂസ് ഓഫ് ഹാപ്പിൻസ് ഓഫ് റിലീസ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താണ് ഇപ്പൊ റിലീസ് ചെയ്യുന്ന ഏതാണ് ആ തരത്തിലുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഡിസമിനേഷൻ ഓഫ് സർവേ റിസൾട്ട്സ് ആൻഡ് ഡാറ്റ ഇൻ ഫോം, നമുക്ക് ഇപ്പം ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള അതെന്ന് പറഞ്ഞാൽ www.mospi.nic.in ആണ് പറയുന്നത്. അതായത് NSSOന്റെ റിസൾട്ട് ഒക്കെ ഉള്ളത് റിപ്പോർട്ട്, നമ്മുടെ NSSO റിപ്പോർട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് പറയുന്നത്. പിന്നെ 526 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നാഷണൽ സെമിനാർസ് ഓർഗനൈസ്ഡ് ടു ഡിസ്കസ് ദി സർവേ റിസൾട്ട് എഴുതാൻ വേണ്ടി ഇവരുടെ മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് പബ്ലിക്കേഷൻസ് മാത്രമല്ല നാഷണൽ സെമിനാർസ് ഓർഗനൈസ് ചെയ്യുകയാണ്. അതായത് സർവേന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഡാറ്റ പ്രോസസ്സിങ്ങിന് ശേഷം മൊത്തത്തിൽ അതിന്റെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ സെമിനാർ, ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ സെമിനാർസ് ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 7th സെമിനാർ ആയിട്ട് ഡൽഹിയിൽ വെച്ചിട്ട് 2008 നടന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മള് അതിന്റെ CD-ROM നോമിനൽ പ്രൈസസിൽ അവൈലബിൾ ആണെന്നുണ്ട്, അതായത് ഫോമിൽ അവൈലബിൾ, ഈ ഒരു സൈറ്റിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതില് സാമ്പിൾ സർവേ കണ്ടക്ട് ലാസ്റ്റ് 10 ഇയേഴ്സുള്ള സാമ്പിൾ സർവേ കണ്ടക്ട് ചെയ്തതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സബ്ജക്റ്റ് ഏതാണെന്നും അതേപോലെ തന്നെ ഏത് ഇയർ ആണെന്നും ഏതാ റൗണ്ട് എന്നുള്ളത് ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ ഒരു, അതായത് 54 മുതൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 66 വരെയുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ട്രെങ്ത് ആണ് പറയുന്നത്, ഓഫീസേഴ്സിന്റെ സ്ട്രെങ്ത് SDRDയിലും അതേപോലെ തന്നെ ISS ഓഫീസേഴ്സിന്റെയും അത് ഓഫീസ് ആൻഡ് സ്റ്റാഫിന്റെ ഒക്കെ ടോട്ടൽ സ്ട്രെങ്ത് ഒക്കെയാണ് ആ ഒരു NSSOന്റെ ആ ഒരു കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയാണ് NSSO ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങള് പറഞ്ഞത്. പിന്നെ അതിലൊരു ചെറിയ കേസ് കൂടി പറയാം. നമുക്ക് CSO കൂടിയുണ്ട്, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. അതൊന്ന് ഓടിച്ച് ഞാൻ ജസ്റ്റ് പറയാം. അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ് മറ്റൊന്ന് പറയുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് കോർഡിനേറ്റ്സ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി കൺട്രി. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ് പറയുന്നത്. അതിന്റെ ദി ഓഫീസ് മെയിൻറ്റെയിൻസ് ആൻഡ് ഇവോൾവ്സ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റാൻഡേർഡ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള CSOന്റെ മെയിൻ ആയിട്ടുള്ള ഡെവലപ്പിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അത് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഇതിന്റെ ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഡെവലപ്പിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്, ജെൻഡർ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, അതായത് ദി ഇന്ത്യൻ ഗവൺമെന്റ്
ഓൺ 23 മെയ് 2019 നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ആ ഒരു വിത്ത് ദി സെൻട്രൽ സ്റ്റാറ്റസ് CSO, ഞാനിപ്പോ CSO പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ട്, അതായത് 2019 മെയ് 23 merged the National Sample Survey Organization with the Central Statistical Office and formed a National Statistical Office. ഇപ്പൊ NSO മാത്രമേ ഉള്ളൂ. ഓക്കെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, the regulation of the National Statistical Office made by the Ministry of Statistics and Ministry of Statistics and Program Implementation, MOSPI ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അണ്ടറിൽ ഇപ്പൊ ഇത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ട്, അതായത് നാഷണൽ NSSOയും അതേപോലെ തന്നെ CSOവും മേർജ് ചെയ്തിട്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ളത് 2019 മെയ് 23 അത് രണ്ടും കൂടി മേർജ് ചെയ്ത് ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ 23 മെയ് 2019 merged the National Sample Survey Offices of NSSO with the Central Statistical Office CSSO and formed a National Statistical Office NSO എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് വരുന്നതിന്റെ അതില് മെയിൻ ആയിട്ട് വരുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ വിങ് ആണ്. അതേപോലെ തന്നെ അതില് സെക്രട്ടറി സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ലീഡിട്ട്, അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ടർ ജനറൽസ് ഹെൽപ് ദി വേരിയസ് ഡിവിഷൻസ് ഓഫ് ദി NSO ടു റിപ്പോർട്ട് ദി സെക്രട്ടറി ആൻഡ് NSO ഹാസ് സം എസെൻഷ്യൽ ഫംഗ്ഷൻസ്. ഈ NSOന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറിയ ഫംഗ്ഷൻസ് CSO ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ സിലബസിലുണ്ട്, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഇനിയിപ്പോൾ അത് എടുക്കാൻ സമയമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. അതായത് NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, അതാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട് പബ്ലിക്കേഷൻ ടു ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഏജൻസീസ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ. അതായത് പബ്ലിക്കേഷൻസ് ഗവൺമെന്റിനും സെമി ഗവൺമെന്റ് ഏജൻസീസിനും കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ NSO ഇന്റഗ്രേറ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് ഓഫ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോസ്, അതിന്റെ വർക്കൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, യുണൈറ്റഡ് നേഷൻസിനൊക്കെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഓഫ് ദി കൺട്രി, maintain norms and standards in the field of statistics, acting as a nodal agency. Then the government of India receives guidelines on the statistical analysis and data and methodology from the NSO. ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. അതിന്റെ ഫങ്ഷൻസ് എന്നുള്ള രീതിയിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഇസ് നെസസറി ടു പ്രോപ്പർലി പ്ലാൻ സെവറൽ ഗവൺമെന്റ് പോളിസീസ്. നമുക്ക് NSSOന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSSO എടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് നമുക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് പോളിസീസ് ഒക്കെ പ്രോപ്പർലി ചെയ്യണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഒക്കെ നോക്കണമെന്നാൽ മാത്രമേ ഗവൺമെന്റ് പോളിസീസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതായത് എന്താണ് ഓരോ സെക്ടറിന്റെ അവസ്ഥ, എന്താണ്, ഏതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെ ഏതൊക്കെ പോളിസീസ് ആണ് അവിടെ കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യം ഗവൺമെന്റ് എല്ലാ പോളിസി വർക്ക്സും നടക്കുന്നത് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഡാറ്റ ഓഫ് ദീസ് NSSO ആണ്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് പ്രിപ്പയർ ഡാറ്റ അക്കൗണ്ട്. നമുക്ക് എന്താണ് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ, ഏറ്റവും താഴേക്കടയുള്ള മുതൽ ഏറ്റവും ഹൈ ലെവലിലുള്ള ഈവൻ ചാരിറ്റി അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ലെവല് വിത്ത് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഡിഫറെന്റ് റീജിയൻസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർമുലേറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ ബെറ്റർമെന്റ് ഓഫ് ദി കൺട്രി, അതായത് പലതരത്തിലുള്ള ടൂൾസും ഒക്കെ അവർ പ്രോസസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസേഴ്സ് ക്യാരി ഔട്ട് മോർ സ്കെയിൽ ഓഫ് സർവേസ് എവറി ഇയർ, പ്രൊക്യൂറിംഗ് ഇൻഫർമേഷൻ ഓഫ് വേരിയസ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇഷ്യൂസ്. നമ്മുടെ ഇക്കോണമിയുടെ എല്ലാ സോഷ്യലും ഇക്കണോമിക് ആയിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് മനസ്സിലാക്കാനും അതിന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പോളിസി എടുക്കാനൊക്കെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് NSSO നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽ